ശാന്തി 27/5/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ മുഖം ഇപ്പോൾ സ്വർഗത്തിൻ്റെ നേർക്കാണ്. നിങ്ങൾ നരകത്തിൽ നിന്നും അകന്നു മാറി സ്വർഗത്തിൻ്റെ നേർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ബുദ്ധിയുടെ യോഗം നരകത്തിൽ നിന്നും മാറ്റൂ. ചോദ്യം: ഏറ്റവും ഉയർന്നതും സൂക്ഷ്മവുമായ ലക്ഷ്യം ഏതാണ്? അതിനെ ആർക്കാണ് മറികടക്കുവാൻ സാധിക്കുന്നത്? ഉത്തരം: കുട്ടികളായ നിങ്ങൾ സ്വർഗത്തിൻ്റെ നേർക്ക് മുഖം വയ്ക്കുന്നു. മായ നിങ്ങളുടെ മുഖം നരകത്തിൻ്റെ നേർക്ക് തിരിക്കുന്നു. അനേകം കൊടുങ്കാറ്റുകൾ കൊണ്ടുവരുന്നു. ആ കൊടുങ്കാറ്റുകളെ മറികടക്കണം. ഇതാണ് സൂക്ഷ്മ ലക്ഷ്യം. ഈ ലക്ഷ്യത്തെ മറികടക്കുന്നതിന് വേണ്ടി നഷ്ടോ മോഹ ആകേണ്ടി വരും. നിശ്ചയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആധാരത്തിൽ ഇതിനെ മറികടക്കുവാൻ സാധിക്കും. വികാരികൾക്കിടയിൽ ഇരിക്കുമ്പോഴും നിർവികാരി ഹംസമാവുക. ഇതുതന്നെയാണ് പ്രയത്നം. ഗീതം. നിർബലനോട് ബലവാന്റെ യുദ്ധം. ഓം ശാന്തി. വിവേകശാലികളായ കുട്ടികൾ ആ അർത്ഥം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. ആരുടെ ബുദ്ധിയോഗം ശാന്തിധാമത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും നേർക്കാണോ അവർക്ക് തന്നെയാണ് കൊടുങ്കാറ്റ് ഏൽക്കുന്നത്. ബാബ ഇപ്പോൾ നിങ്ങളുടെ മുഖം തിരിക്കുന്നു. അജ്ഞാനകാലത്തിലും പഴയ വീടിൽ നിന്നും മുഖം തിരിയുന്നു. പിന്നെ പുതിയ വീടിനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു എപ്പോൾ തയ്യാറാകും എന്ന്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കും ഇത് ശ്രദ്ധയിലുണ്ട്. എപ്പോഴാണ് നമ്മുടെ സ്വർഗത്തിൻ്റെ സ്ഥാപന ഉണ്ടായി പിന്നെ സുഖധാമത്തിലേക്ക് വരുന്നത് എന്ന്. ഈ ദുഃഖധാമത്തിൽ നിന്നും എല്ലാവർക്കും പോകേണ്ടതുണ്ട്. മുഴുവൻ സൃഷ്ടിയിലെയും മനുഷ്യർക്ക് ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ, ഇപ്പോൾ സ്വർഗത്തിൻ്റെ കവാടം തുറന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയോഗം സ്വർഗത്തിൻ്റെ നേർക്ക് പോകണം. സ്വർഗത്തിലേക്ക് പോകുന്നവരെ പവിത്രം എന്ന് പറയുന്നു. നരകത്തിൽ പോകുന്നവരെ അപവിത്രം എന്ന് പറയുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുമ്പോഴും ബുദ്ധിയോഗം സ്വർഗത്തിൻ്റെ നേർക്ക് യോജിപ്പിക്കണം. അച്ഛൻ്റെ ബുദ്ധിയോഗം സ്വർഗത്തിൻ്റെ നേർക്കും കുട്ടികളുടേത് നരകത്തിൻ്റെ നേർക്കുമാണ് എന്നിരിക്കട്ടെ. എങ്കിൽ രണ്ടുപേർക്കും ഒരേ വീട്ടിൽ എങ്ങനെ ഇരിക്കുവാൻ സാധിക്കും? ഹംസത്തിനും കൊക്കിനും ഒരുമിച്ചിരിക്കുവാൻ സാധിക്കില്ല. വളരെ പ്രയാസമാണ്. അവരുടെ ബുദ്ധിയോഗം തന്നെ 5 വികാരങ്ങളുടെ നേർക്കാണ്. അവർ നരകത്തിൻ്റെ നേർക്ക് പോകുന്നവരാണ്. മറ്റവർ സ്വർഗത്തിൻ്റെ നേർക്ക് പോകുന്നവർ. രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കുവാൻ സാധിക്കില്ല. വലിയ ലക്ഷ്യമാണ്. എൻ്റെ കുട്ടികളുടെ മുഖം നരകത്തിൻ്റെ നേർക്കാണെന്നും നരകത്തിൻ്റെ നേർക്ക് പോകാതിരിക്കാൻ കഴിയുന്നില്ലെന്നും അച്ഛൻ കാണുമ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും വീട്ടിൽ വഴക്ക് നടക്കും. പുത്രൻ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ഇതെന്ത് ജ്ഞാനമാണ് എന്ന് പറയും. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയുന്ന വളരെ പേരുണ്ടല്ലോ. കുട്ടികളുടെ മുഖം നരകത്തിൻ്റെ ഭാഗത്താണ്. നരകത്തിലേക്ക് പോകാം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ബാബ പറയുന്നു, നരകത്തിൻ്റെ നേർക്ക് ബുദ്ധിയോഗം വെക്കരുത്. എന്നാൽ ബാബ പറയുന്നതും അംഗീകരിക്കുന്നില്ല. പിന്നെ എന്തു ചെയ്യേണ്ടി വരും? ഇതിൽ വളരെയധികം നഷ്ടോമോഹ സ്ഥിതി ആവശ്യമാണ്. ഈ മുഴുവൻ ജ്ഞാനവും ആത്മാവിലാണുള്ളത്. പിതാവിൻ്റെ ആത്മാവ് പറയുന്നു, ഇവരെ ഞാൻ രചിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നില്ല. ചിലരാകട്ടെ ബ്രാഹ്മണരുമായി. പിന്നെ ബുദ്ധി നരകത്തിൻ്റെ നേർക്ക് പോകുന്നു. അപ്പോൾ അവർ ഒറ്റയടിക്ക്
പാതാളത്തിലേക്ക് പോകുന്നത് പോലെയാണ് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഇത് ജ്ഞാനസാഗരന്റെ ദർബാറാണ്. ഭക്തി മാർഗത്തിൽ ഇന്ദ്രന്റെ ദർബാർ മഹിമ ചെയ്യപ്പെടുന്നു. പുഖരാജ് പരി, നീലം പരി, മാണിക്യപരി, ഇങ്ങനെ വളരെയധികം പേരുകൾ വെച്ചിട്ടുണ്ട്. കാരണം ജ്ഞാന ഡാൻസ് ചെയ്യുന്നുവല്ലോ. പല പ്രകാരത്തിലുള്ള പരികൾ, അതായത് ദേവതമാരുണ്ട്. അവരും പവിത്രമായിരിക്കണം. ആരെങ്കിലും അപവിത്രമായവരെ കൊണ്ടുവന്നുവെങ്കിൽ ശിക്ഷയുണ്ടാകും. ഇതിൽ വളരെയധികം പാവനമായവർ ആവശ്യമാണ്. ഈ ലക്ഷ്യം വളരെ ഉയർന്നതാണ്. അതിനാലാണ് വൃക്ഷം വേഗത്തിൽ വൃദ്ധി പ്രാപിക്കാത്തത്. ബാബ ഏതൊരു ജ്ഞാനം നൽകുന്നുവോ അത് ആരും അറിയുന്നില്ല. ശാസ്ത്രങ്ങളിലും ഈ ജ്ഞാനമില്ല. അതിനാൽ അല്പം നിശ്ചയമുണ്ടായി, പിന്നെ മായ ഒറ്റയടിക്ക് വീഴ്ത്തുന്നു. കൊടുങ്കാറ്റുണ്ടല്ലോ, ചെറിയ ദീപത്തെ കൊടുങ്കാറ്റ് ഒറ്റയടിക്ക് വീഴ്ത്തുന്നു. മറ്റുള്ളവർ വികാരത്തിൽ പോകുന്നത് കണ്ട് സ്വയവും വീഴുന്നു. ഇതിൽ മനസ്സിലാക്കുവാനുള്ള ബുദ്ധി വളരെയധികം ആവശ്യമാണ്. അബലകളുടെ മേൽ അത്യാചാരമുണ്ടായി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, കാമം മഹാശത്രുവാണ്. ഇതിനോട് നിങ്ങൾക്ക് വളരെയധികം വെറുപ്പ് വരണം. ബാബ വളരെയധികം വെറുപ്പ് വരുത്തുന്നു. ഇനി മുമ്പ് ഈ കാര്യമുണ്ടായിരുന്നില്ല. നരകം ഇപ്പോഴാണല്ലോ. ദ്രൗപദി വിളിച്ചു എന്നത് ഇപ്പോഴത്തെ കാര്യമാണ്. എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു, എന്നിട്ടും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ഈ ഗോളത്തിൻ്റെ ചിത്രം വളരെ നല്ലതാണ്. ഗേറ്റ് വേ ടു ഹെവൻ. ഈ ഗോളത്തിൻ്റെ ചിത്രത്തിലൂടെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിലൂടെ എത്ര മനസ്സിലാക്കുമോ അത്രയും ഏണിപ്പടിയിലൂടെ മനസ്സിലാക്കില്ല. പ്രതിദിനം കറക്ഷനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഇന്ന് നിങ്ങൾക്ക് തികച്ചും പുതിയ ഡയറക്ഷൻ നൽകുന്നു. മുൻകൂട്ടി എല്ലാ ഡയറക്ഷനും ലഭിക്കുന്നില്ല. ഇത് എങ്ങനെയുള്ള ലോകമാണ്? ഇതിൽ എത്ര ദുഃഖമാണ്! എത്ര കുട്ടികളിൽ മോഹമുണ്ടായിരിക്കുന്നു! കുട്ടി മരിച്ചു പോകുന്നുവെങ്കിൽ പൂർണ്ണമായും മനോവിഭ്രാന്തി ഉള്ളവരാകുന്നു. അളവറ്റ ദുഃഖമാണ്. ധനികർ സുഖമുള്ളവരാണ് എന്നല്ല, അനേകം പ്രകാരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഹോസ്പിറ്റൽസിൽ കിടക്കുന്നു. ദരിദ്രർ ജനറൽ വാർഡിൽ കിടക്കുന്നു. ധനികർക്ക് പ്രത്യേകം സ്പെഷ്യൽ റൂം ലഭിക്കുന്നു. എന്നാൽ ദരിദ്രർക്ക് ഉണ്ടാകുന്നത് പോലെ സമ്പന്നർക്കും ദുഃഖമുണ്ടാകുന്നു. അവർക്ക് നല്ലൊരിടം മാത്രം കിട്ടുന്നു, നല്ല പരിചരണവും ഉണ്ടാകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മളെ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ അനേകം തവണ പഠിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമ്മൾ പഠിക്കുന്നുണ്ടോ അതോ ഇല്ലയോ? എത്ര പേരെ പഠിപ്പിക്കുന്നുണ്ട്? അഥവാ പഠിപ്പിക്കുന്നില്ലെങ്കിൽ എന്ത് പദവിയായിരിക്കും ലഭിക്കുക? ദിവസവും രാത്രി തൻ്റെ ചാർട്ട് നോക്കൂ. ഇന്ന് ആരെയെങ്കിലും ദുഃഖിപ്പിച്ചില്ലല്ലോ. ശ്രീമത്ത് പറയുന്നു, ആരെയും ദുഃഖിപ്പിക്കരുത്, സർവർക്കും വഴി പറഞ്ഞു കൊടുക്കൂ. ആര് നമ്മുടെ അംഗങ്ങൾ ആയിരിക്കുമോ അവർക്ക് ഉടൻ ടച്ചാകും. ഇതിൽ അമൃത് നിലനിൽക്കുന്ന സ്വർണ്ണ പാത്രം ആവശ്യമാണ്. സിംഹിണിയുടെ പാലിന് സ്വർണത്തിൻ്റെ പാത്രം ആവശ്യമാണ് എന്ന് പറയുന്നുവല്ലോ. കാരണം അതിൻ്റെ പാൽ വളരെയധികം ശക്തിയുള്ളതാണ്. അതിന് കുട്ടികളിൽ മോഹമുണ്ടായിരിക്കുന്നു. ആരെങ്കിലും നോക്കിയെങ്കിൽ ഒറ്റയടിക്ക് കുതിച്ചു ചാടും. കുട്ടിയെ കൊല്ലാതിരിക്കട്ടെ എന്ന് മനസ്സിലാക്കും. ഇവിടെയും വളരെ പേരുണ്ട്, അവർക്ക് പതിയോടും കുട്ടികളോടുമെല്ലാം മോഹം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, സ്വർഗത്തിൻ്റെ ഗേറ്റ് തുറക്കുകയാണ്. കൃഷ്ണന്റെ ചിത്രത്തിൽ വളരെ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട്. ഈ യുദ്ധത്തിന് ശേഷം സ്വർഗത്തിൻ്റെ ഗേറ്റുകൾ തുറക്കുന്നു. അവിടെ വളരെ കുറച്ച് മനുഷ്യരായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ബാക്കി എല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകുന്നു. ശിക്ഷകൾ വളരെയധികം അനുഭവിക്കേണ്ടി വരുന്നു. എന്തെല്ലാം പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ഓരോരോ ജന്മത്തെയും സാക്ഷാത്കാരം കാണിക്കുകയും ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും.
പിന്നെ ചില്ലി കാശിൻ്റെ പദവി നേടും. ഓർമ്മയിൽ ഇരിക്കാത്തത് കാരണം വികർമ്മം വിനാശമാകുന്നില്ല. പല കുട്ടികളും മുരളിയും മിസ് ചെയ്യുന്നു. വളരെയധികം കുട്ടികൾ ഇതിൽ വില കൽപ്പിക്കാത്തവരായിരിക്കുന്നു. നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്താ, നമ്മൾ മറികടന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. മുരളിയുടെ ശ്രദ്ധ വയ്ക്കുന്നില്ല. ഇങ്ങനെയുള്ള ദേഹാഭിമാനികൾ ധാരാളമുണ്ട്. അവർ തന്നെ നഷ്ടം വരുത്തുന്നു. ബാബ അറിയുന്നുണ്ട്. അതിനാൽ ഇവിടെ വരുമ്പോഴും ചോദിക്കുന്നു. വളരെയധികം മുരളികൾ പഠിച്ചിട്ടുണ്ടാകില്ല. അതിലേതെങ്കിലും നല്ല പോയിന്റുകൾ ഉണ്ടാകും എന്നറിയില്ല. പോയിന്റ്സ് ആകട്ടെ ദിവസവും വരുന്നുവല്ലോ. ഇങ്ങനെയും ധാരാളം പേർ സെന്ററുകളിൽ വരുന്നുണ്ട്. എന്നാൽ ധാരണ യാതൊന്നുമില്ല, ജ്ഞാനവും ഇല്ല. ശ്രീമത് അനുസരിച്ച് നടക്കുകയില്ലെങ്കിൽ പദവി ലഭിക്കുകയില്ല. സത് ബാബയുടെയും സത് ടീച്ചറിൻ്റെയും അപകീർത്തി ഉണ്ടാക്കുന്നതിലൂടെ ഒരിക്കലും ലക്ഷ്യസ്ഥാനം നേടുവാൻ സാധിക്കില്ല. എന്നാൽ എല്ലാവരും രാജാക്കന്മാരാവുകയില്ല. പ്രജകളും തയ്യാറാകുന്നു. നമ്പർ വാർ പദവികൾ ഉണ്ടായിരിക്കുന്നുവല്ലോ. മുഴുവൻ ആധാരവും ഓർമ്മയിലാണ്. ഏതൊരു ബാബയിൽ നിന്നാണോ വിശ്വത്തിൻ്റെ രാജ്യം ലഭിക്കുന്നത്, ആ ഒന്നിനെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. ഭാഗ്യത്തിലേ ഇല്ല എങ്കിൽ എന്ത് പ്രയത്നം ചെയ്യുവാനാണ്? ബാബ പറയുന്നു, ഓർമ്മയുടെ യാത്രയിലൂടെയാണ് പാപം ഭസ്മമാകുന്നത്. അപ്പോൾ പുരുഷാർത്ഥം ചെയ്യണമല്ലോ. കഴിക്കുകയും കുടിക്കുകയും ചെയ്യരുത് എന്ന് ബാബ പറയുകയില്ല. ഇത് ഹഠയോഗമല്ല. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എങ്ങനെയാണോ പ്രിയതമനെ ഓർമ്മിക്കുന്നത്, അതേപോലെ ഓർമ്മയിലിരിക്കും. അവരുടേത് നാമരൂപത്തിൻ്റെ സ്നേഹമാണ്. ഈ ലക്ഷ്മി നാരായണന്മാർ വിശ്വത്തിൻ്റെ അധികാരി എങ്ങനെയായി? ആർക്കും അറിയില്ല. നിങ്ങൾ പറയുന്നു ഇന്നലത്തെ കാര്യമാണ്. ഇവർ രാജ്യം ഭരിച്ചിരുന്നു. മനുഷ്യരാകട്ടെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. മായ മനുഷ്യരെ തികച്ചും കല്ല് ബുദ്ധിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കല്ല് ബുദ്ധിയിൽ നിന്നും പാരസ് ബുദ്ധിയാകുന്നു. പാരസ്നാഥൻ്റെ ക്ഷേത്രവുമുണ്ട്. എന്നാൽ അതാരാണ്? ഇതാരും അറിയുന്നില്ല. മനുഷ്യർ തികച്ചും ഘോര അന്ധകാരത്തിലാണ്. ഇപ്പോൾ ബാബ എത്ര നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ ഓരോരുത്തരുടെയും ബുദ്ധി അനുസരിച്ചാണ്. പഠിപ്പിക്കുന്നയാൾ ഒന്ന് തന്നെയാണ്. പഠിക്കുന്നവർ അനേകം ഉണ്ടായിക്കൊണ്ടിരിക്കും. തെരുവുകൾ തോറും നിങ്ങളുടെ സ്കൂൾ ഉണ്ടാകും. ഗേറ്റ് വേ ടു ഹെവൻ. നമ്മൾ നരകത്തിലാണ് എന്നറിയുന്ന ഒരു മനുഷ്യർ പോലുമില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എല്ലാവരും പൂജാരിയാണ്. പൂജ്യർ ഉണ്ടായിരിക്കുന്നത് സത്യയുഗത്തിലാണ്. പൂജാരി ഉണ്ടായിരിക്കുന്നത് കലിയുഗത്തിലാണ്. മനുഷ്യർ പിന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഭഗവാൻ തന്നെയാണ് പൂജ്യൻ, ഭഗവാൻ തന്നെ പൂജാരിയാകുന്നു. അങ്ങ് തന്നെ ഭഗവാനാണ്, അങ്ങ് തന്നെയാണ് ഈ കളിയെല്ലാം നടത്തുന്നത്. നീയും ഭഗവാൻ, ഞാനും ഭഗവാൻ. യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇത് രാവണ രാജ്യമാണ്. നിങ്ങൾ എന്തായിരുന്നു, ഇപ്പോൾ എന്താകുന്നു? കുട്ടികൾക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കണം. ബാബ കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പുണ്യ ആത്മാവായി മാറും. ബാബ കുട്ടികൾക്ക് പുണ്യ ആത്മാവാകുന്നതിനുള്ള യുക്തികൾ പറഞ്ഞു തരുന്നു. കുട്ടികളെ, ഈ പഴയ ലോകത്തിൻ്റെ അന്തിമമാണ് ഇപ്പോൾ. ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. ഇതാണ് ഒടുവിലത്തെ ദാനം. പൂർണ്ണമായും സറണ്ടറാകൂ. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്. ബാബ നൽകുന്നതിന് വേണ്ടിയാണ് ചെയ്യിക്കുന്നത്. ഇവർക്കൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന്. മനുഷ്യർ ഈശ്വരാർത്ഥം ദാനപുണ്യങ്ങൾ ചെയ്യുന്നു. അത് ഇൻഡയറക്റ്റ് ആണ്. അതിനുള്ള ഫലം അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാകട്ടെ ഞാൻ ഡയറക്റ്റായി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ റിട്ടേൺ പദമം മടങ്ങ് ലഭിക്കും. സത്യയുഗത്തിലാണെങ്കിൽ ദാനപുണ്യങ്ങളുടെയും മറ്റും കാര്യമില്ല. ഇവിടെ ആരുടെയെങ്കിലും പക്കൽ ധനമുണ്ടെങ്കിൽ ബാബ പറയും,
ശരി, നിങ്ങൾ പോയി സെൻറ്റർ തുറക്കൂ, എക്സിബിഷൻ തയ്യാറാക്കൂ. ദരിദ്രരാണെങ്കിൽ പറയും, ശരി, തൻ്റെ വീട്ടിൽ തന്നെ ബോർഡ് വയ്ക്കുക മാത്രം ചെയ്യൂ, ഗേറ്റ് വേ ടു ഹെവൻ. സ്വർഗവും നരകവും ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ നരകവാസികളാണ്, ഇതും ആരും അറിയുന്നില്ല. സ്വർഗത്തിലേക്കാണ് പോയതെങ്കിൽ പിന്നെ അവരെ നരകത്തിലേക്ക് എന്തിനു വിളിക്കുന്നു? സ്വർഗത്തിൽ പോയി എന്ന് സ്വർഗത്തിൽ ആരും പറയുകയില്ല. അത് സ്വർഗം തന്നെയാണ്. പുനർജന്മം സ്വർഗത്തിൽ തന്നെ ലഭിക്കുന്നു. ഇവിടെ പുനർജന്മം നരകത്തിലാണ് ലഭിക്കുന്നത്. ഈ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഭഗവാൻ വാച, എന്നെ മാത്രം ഓർമ്മിക്കൂ, കാരണം ആ ഒന്ന് പതീത പാവനാണ്. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പൂജാരിയിൽ നിന്നും പൂജ്യരായി മാറും. സ്വർഗത്തിൽ എല്ലാവരും സുഖമുള്ളവരായിരിക്കും. എന്നാൽ നമ്പർ വാർ പദവികളുണ്ടായിരിക്കും. വളരെ വലിയ ലക്ഷ്യമാണ്. കുമാരിമാർക്ക് സേവനത്തിൻ്റെ വളരെയധികം ആവേശം വരണം. നമ്മൾ ഭാരതത്തെ സ്വർഗമാക്കി കാണിക്കും. കുമാരി എന്നാൽ 21 കുലത്തിൻ്റെ ഉദ്ധാരണം നടത്തുന്നവർ. അതായത് 21 ജന്മത്തേക്ക് ഉദ്ധരിക്കുവാൻ സാധിക്കുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഈ പഴയ ലോകത്തിൻ്റെ അന്തിമമാണ്. ബാബ നേരിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായും സറണ്ടർ ആകണം. ബാബ, ഇതെല്ലാം അങ്ങയുടേതാണ്. ഈ യുക്തിയിലൂടെ പുണ്യ ആത്മാവായി മാറും. മുരളി ഒരിക്കലും മിസ് ചെയ്യരുത്. മുരളിക്ക് വില കൽപ്പിക്കാത്തവരായി ഇരിക്കരുത്. നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്താ, നമ്മൾ മറികടന്നു കഴിഞ്ഞു എന്നത് പാടില്ല. ഇത് ദേഹാഭിമാനമാണ്. മുരളി തീർച്ചയായും പഠിക്കണം. വരദാനം. സ്വയം തന്നെ മോൾഡ് ചെയ്ത് റിയൽ ഗോൾഡായി ഓരോ കാര്യത്തിലും സഫലമാകുന്ന സ്വപരിവർത്തകനായി ഭവിക്കട്ടെ. ആരാണോ ഓരോ പരിതസ്ഥിതിയിലും സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തി സ്വപരിവർത്തകൻ ആകുന്നത്, അവർ സദാ സഫലമാകുന്നു. അതിനാൽ സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ ലക്ഷ്യം വയ്ക്കൂ. മറ്റുള്ളവർ മാറിയാൽ ഞാൻ മാറാം എന്നത് പാടില്ല. മറ്റുള്ളവർ മാറിയാലും മാറിയില്ലെങ്കിലും എനിക്ക് മാറേണ്ടതുണ്ട്. എനിക്ക് അർജുനൻ ആകണം. സദാ പരിവർത്തനം ഉണ്ടാകുന്നതിൽ ആദ്യം ഞാൻ. ആരാണോ ഇതിൽ ആദ്യം ഞാൻ എന്ന് പറയുന്നത്, അവർ തന്നെയാണ് ആദ്യ നമ്പറിൽ ആകുന്നത്. കാരണം സ്വയം തന്നെ മോൾഡ് ചെയ്യുന്നവർ തന്നെയാണ് റിയൽ ഗോൾഡ്. റിയൽ ഗോൾഡിന് തന്നെയാണ് വാല്യൂ ഉള്ളത്. സ്ലോഗൻ. തൻ്റെ ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ പ്രത്യക്ഷ തെളിവിലൂടെ ഭാവിയെ പ്രത്യക്ഷമാക്കൂ. അവ്യക്ത സൂചന. ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. ബാബയ്ക്ക് സമാനം ആകണമെങ്കിൽ അഥവാ ബാബയുടെ സമീപത്ത് പോകണമെങ്കിൽ അപവിത്രത, അതായത് കാമമാകുന്ന മഹാശത്രു, സ്വപ്നത്തിൽ പോലും യുദ്ധം ചെയ്യരുത്. സദാ സഹോദരന്മാരാണ് എന്ന സ്മൃതി സഹജമായും സ്വതവേയും സ്വരൂപത്തിൽ ഉണ്ടാകണം. ആത്മാവിൻ്റെ യഥാർത്ഥ ഗുണസ്വരൂപവും ശക്തി സ്വരൂപവുമായ സ്ഥിതിയിൽ നിന്നും താഴേക്ക് വരരുത്. ഓം ശാന്തി. മെഡിറ്റേഷൻ. ബാഹ്യ സങ്കല്പങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി വ്യർത്ഥ വികൽപ്പങ്ങളെ സ്പർശിക്കാതെ എൻ്റെ ദിവ്യ സ്വരൂപത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു. പവിത്ര സ്വരൂപമായി
സഫലതാ നക്ഷത്രമായി മസ്തക സിംഹാസനത്തിൽ ഞാൻ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ആത്മജ്യോതിയിൽ നിന്നും പവിത്രതയുടെ പ്രകാശരശ്മികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ ഞാൻ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിബലത്താൽ മാറി പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ എത്തിച്ചേരുന്നു. ഈ ജ്യോതിദേശത്തിൽ പവിത്രതയുടെ സാഗരമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് സർവമംഗളകാരിയായ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ ഏകാഗ്രമാകുന്നു. പവിത്ര സാഗരനിൽ നിന്നും പവിത്രതയുടെ ദിവ്യ പ്രകാശം എന്നിൽ നിറയുമ്പോൾ ആത്മസ്വരൂപത്തിൻ്റെ അതിശുദ്ധവും അതിനിർമ്മലവും പവിത്രവുമായ സ്വരൂപം ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ സർവശ്രേഷ്ഠവും പവിത്രവുമായ അനാദി സ്വരൂപത്തെ അനുഭവിച്ചറിഞ്ഞതിൻ്റെ ധന്യതയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശിവപരമാത്മാവുമായുള്ള ഈ മധുരമായ കൂടിക്കാഴ്ചയിലൂടെ പവിത്രതയുടെ ബലം ശേഖരിച്ച് യോഗയുക്ത അവസ്ഥയിൽ മസ്തകമണി ആയി ഞാൻ വിരാജിക്കുന്നു.